മാൾട്ട പെർമനന്റ് റെസിഡൻസി പ്രോഗ്രാം. അതില് PR കിട്ടാതിരിക്കത്തൊന്നുമില്ല. പക്ഷെ ഫിനാൻഷ്യലി നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. ഫിനാൻഷ്യൽ ആണ്. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മാൾട്ടയിലേക്ക് സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെ എല്ലാവരും ഡൗട്ടാണ്, നമുക്കിവിടെ പഠിത്തം കഴിഞ്ഞാൽ PR ആകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇവിടുത്തെ റെസിഡൻസി കിട്ടുമോ. ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് മാൾട്ടയുടെ ഗവൺമെൻറ് സൈറ്റിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു അഡ്വൈസറുകളും പറഞ്ഞിട്ടില്ല നമുക്ക് മാൾട്ടയിൽ PR അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവിടെ റെസിഡൻസി കിട്ടില്ല, അല്ലെങ്കിൽ നോൺ EU സിറ്റിസൺ ആയിട്ടുള്ള ഒരാൾക്ക് ഇവിടെ റെസിഡൻസി കൊടുക്കാൻ പാടില്ല എന്നും ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഒരു ലോയും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കിവിടെ PR അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടും. പക്ഷേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് കുറച്ച് റിക്വയർമെൻറ്റും കാര്യങ്ങളുണ്ട്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ്. ലൈക്ക് നമ്മൾ ഫിനാൻഷ്യലി അത്ര സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം മാൾട്ടയിൽ നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ അത് മീറ്റ് ചെയ്യാനുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്കൊരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഇത് മീറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ലൈക്ക് ഇവിടുത്തെ എന്തൊക്കെയാണ് പെർമനന്റ് റെസിഡൻസിയുടെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്. അപ്പോൾ എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതെല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വിഷ്ണു ഉണ്ട്. വിഷ്ണു, മാൾട്ടയിൽ PR പറ്റി എന്താണ് നിന്റെ ഒരു അഭിപ്രായം? ലൈക്ക് മാൾട്ടയിൽ PR പറ്റി എൻ്റെ അഭിപ്രായം, PR കിട്ടും, പക്ഷേ ഫിനാൻഷ്യലി സ്ട്രോങ് ആയിരിക്കണം. അതായത് നല്ല ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് PR കിട്ടും. അത് ക്രൈറ്റീരിയ ടഫാണ്. അവർ മെയിനായിട്ട് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടാണ് മെയിനായിട്ട്. ഹലോ ഗൈസ്, അപ്പം എല്ലാവരുടെയും ഡൗട്ടാണ് മാൾട്ടയിലെ PR എങ്ങനെ PR എടുക്കാം, മാൾട്ടയിൽ PR എടുക്കാൻ പറ്റുമോ. മോസ്റ്റ്ലി ഏജൻസി എല്ലാം പറയുന്നത് PR കിട്ടത്തില്ല, എല്ലാരും പറയുന്നത് കിട്ടത്തില്ലെന്നാണ്. പക്ഷെ ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഇവിടെ PR നിങ്ങൾക്ക് കിട്ടും, പെർമനന്റ് റെസിഡൻസി കിട്ടും, അതുപോലെ സിറ്റിസൺഷിപ്പും കിട്ടും. പക്ഷെ അതിന് കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്, അതെല്ലാം നമ്മൾ മീറ്റ് ചെയ്യണം. അതന്നെ അതൊരു സാധാരണക്കാരനെ മീറ്റ് ചെയ്യാൻ പറ്റും. അതന്നെ കൂടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ കഴിവുണ്ടേ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കണത് ആ ഫുൾ റിക്വയർമെന്റ്സ് ആണ്. മാൾട്ടയിൽ വൺസ് നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസ് കിട്ടണമെങ്കിൽ മീറ്റ് ചെയ്യേണ്ട റിക്വയർമെന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വീഡിയോ തുടങ്ങുകയാണെങ്കിൽ അതിൽ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യമാണ് മാൾട്ടയിലത്തെ മാൾട്ട പെർമനന്റ് റെസിഡൻസി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. ഇത് നിങ്ങൾ നമ്മുടെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ നോക്കിയാൽ കാണാം. മാൾട്ടയിൽ PR എടുക്കാനുള്ള റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും, അതുപോലെ തന്നെ അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ അല്ലെങ്കിൽ എലിജിബിൾ ആവണ ക്രൈറ്റീരിയാസൊക്കെ അതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഒരു 1,50,000 യൂറോയുടെ അസറ്റ് നമ്മുടെ കയ്യിൽ വേണം. ഞാനിപ്പോൾ പറഞ്ഞ മാൾട്ട പെർമനന്റ് റെസിഡൻസി പ്രോഗ്രാമിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ അവർ ഫസ്റ്റ് പറയുന്ന കാര്യമാണ്, ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 1.5 ലക്ഷം യൂറോയുടെ വേർത്തായിട്ടുള്ള എന്തെങ്കിലും അസറ്റ് കാണണം. ഇതിപ്പോൾ ലൈക്ക് വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളോ അങ്ങനെ, അല്ലെങ്കിൽ പിന്നെന്താ എന്തെങ്കിലും പ്രോപ്പർട്ടികളോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു എലിജിബിലിറ്റിക്കുള്ള ഒരു ചാൻസ് കൂട്ടുന്ന ഏരിയ ആണ്. ലൈക്ക് ചാൻസ് കൂട്ടുന്ന ഒരു ഫാക്ടറാണ് ഈ നമ്മുടെ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആണ് അറിയാനുള്ള ഈ മെയിൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. പിന്നെ രണ്ടാമതാണ് നമ്മളില്ലെങ്കിൽ ഒരു 3 ലക്ഷം യൂറോ വർത്തുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ നിന്ന് മേടിക്കണം. ഒരു വീടോ ഒരു അപ്പാർട്ട്മെന്റ് അങ്ങനെ 3 ലക്ഷം രൂപ അത്രയും റേറ്റ് ഉള്ള 3 ലക്ഷം രൂപയിലാട്ടോ. ലൈക്ക് നമ്മുടെ യൂറോയിലാണ് 3 ലക്ഷം യൂറോ വിലയുള്ള ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ഹോൾഡ് ചെയ്യണം, ബൈ ചെയ്യണം, മേടിക്കണം. അപ്പൊ അതെന്നൊക്കെ പറഞ്ഞാൽ ഗവൺമെന്റ് ഉദ്ദേശം എന്താ, അതുകൊണ്ട് മെയിനായിട്ട് ഇവിടെ PR കൊടുക്കണമെങ്കിൽ അവർ ഉദ്ദേശിക്കണെന്ന് പറഞ്ഞാൽ അപ്പം ഒരു 3 ലക്ഷം 4 ലക്ഷം യൂറോ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ. അതായത് ഏകദേശം ഒരു നാട്ടിൽ ഒരു 3 കോടി രൂപ അത്രയും ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി അത്രയും വർത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി മേടിച്ചാൽ നമുക്ക് PR കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ക്രൈറ്റീരിയ ആണ്, ഇല്ലെങ്കിൽ നിങ്ങളൊരു അപ്പാർട്ട്മെന്റ് റെന്റിന് വിടണം. അതായത് ആനുവലി ഒരു 12,000 യൂറോ 12,000 യൂറോ അതിൽ നിന്ന് റെന്റ് ഒരാളായിരിക്കണം. അങ്ങനെയാണെങ്കിലും നമുക്ക് PR കിട്ടാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പൊ അതിൽ നമ്മൾ രണ്ടാമത്തെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഉള്ളൊരു ക്രൈറ്റീരിയ ആണ് ക്രൈറ്റീരിയ. ഇവിടുത്തെ NGO യൂണിയൻസ് ഉണ്ട്. അതായത് ഈ മനുഷ്യകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഓരോരോ സംഘടനകളുണ്ട്. ഈ സോഷ്യൽ സർവീസ് സംഭവങ്ങള് NGO എന്നാണ് പറയാ, മൾട്ടിസ് NGO അല്ലേ? മൾട്ടിസ് NGO. അപ്പൊ അതിലേക്ക് നമ്മൾ 2000 യൂറോ ഡൊണേറ്റ് ചെയ്യണം. അതൊരു ക്രൈറ്റീരിയ ആണ്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ വെബ്സൈറ്റിൽ നമുക്ക് നമ്മുടെ ഗവൺമെന്റ് വെബ്സൈറ്റിൽ അവർ പറഞ്ഞാണ് ഒരു 4 എലിജിബിലിറ്റി ക്രൈറ്റീരിയക്ക് വേണ്ടിയിട്ടുള്ള 4 പോയിന്റുകളിൽ ഒരു പോയിന്റ് ആയിരുന്നത് ഞാൻ കണ്ടത്. NGO എന്ന് പറഞ്ഞ മാൾട്ടയിലത്തെ സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾക്ക് 2000 യൂറോയോ അതിൽ കൂടുതലോ ഡൊണേഷൻ മാത്രം കൊടുക്കണം. മീൻസ് അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ സർവീസിന് വേണ്ടിയിട്ടുള്ളതായിട്ടാണ് ആ പൈസ കണക്കാക്കണേ. അപ്പോൾ അങ്ങനെ കൊടുത്തണ ഒരാളാണെങ്കിലും നിങ്ങൾക്കത് ഇവിടെ പെർമനന്റ് റെസിഡൻസിക്കുള്ള ചാൻസ് കൂട്ടും. പക്ഷെ ഇത് മാത്രം പോരാ, നിങ്ങൾ ഇത്ര ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് നല്ലതായിരിക്കണം. ഈ 2000 യൂറോ ഡൊണേഷൻ മാത്രം കൊടുത്താൽ PR കിട്ടില്ല. അതാണ് ഇവിടുത്തെ ഗവൺമെന്റിന്റെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇവിടെ ശരിക്കും PR-ന് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിന് ശരിക്കും അർഹരായിട്ടുള്ളൂ. അതാണ് എല്ലാവരും ചോദിക്കണം. മെയിനായിട്ട് സ്റ്റുഡൻസ് ആയിട്ട് വരുമ്പോൾ അവർക്ക് പെർമനന്റ് റെസിഡൻസി കിട്ടുമോ, ബാക്കിയുള്ള രാജ്യങ്ങളിലെ പോലെ 5 വർഷം നീയാൽ പെട്ടെന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ മാൾട്ട ശരിക്കും ഈ ഒരു കാറ്റഗറിന്ന് വ്യത്യാസമുള്ള മാറി നിൽക്കാൻ. 5 വർഷം നിന്നാൽ മാത്രം പോരാ, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്ന് കാണിക്കണം. എന്താ വെച്ചാൽ അവരുദ്ദേശിക്കണ ഇതൊരു ചെറിയ രാജ്യമാണല്ലോ. അപ്പോൾ ഇവിടേക്കും ഒരു എക്കണോമിക്കലി ഒരു ഡെവലപ്മെന്റ് അയാൾക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ അയാൾക്ക് ഗവൺമെന്റ് PR കൊടുക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യണുള്ളൂ. അതാണ് വ്യത്യാസം. നമുക്ക് ഇവിടെ വൺസ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഫീസ് മാത്രമായിട്ട് PR-ന് വെക്കാനായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഫീസ് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് 40,000 യൂറോ ആണ്. ആപ്ലിക്കേഷൻ ഫീസ് മാത്രമാണ് 40,000 യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എത്രയും 38 ലക്ഷം. അത് മാത്രമാണ് നമുക്ക് ഇവിടെ PR-ന് അപ്ലൈ ചെയ്യാനുള്ള ഫീസ്. അതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്ര കൊല്ലം പണിയെടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ട് ഈ പറഞ്ഞ ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇത് പരിപാടിക്ക് പുറപ്പെടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവൻ നിലവിൽ അതിനൊന്നും ഇറങ്ങിത്തിരിക്കാത്ത. അപ്പോൾ അതൊക്കെയാണ് മാൾട്ടയിലത്തെ PR-ന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയൊക്കെ ചിലവ് കൊടുത്ത് നമ്മൾ ഈ സാധനം കിട്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റുകൾ നോക്കിയാലോ. വൺസ് മാൾട്ടയിൽ PR ആയി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. നമ്മൾ ഇത്ര ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യാണ് ഈ കൺട്രിക്ക് വേണ്ടി നമ്മളിവിടെ PR ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാ? മെയിനായിട്ട് ബെനിഫിറ്റ് നമ്മുടെ ഫാമിലി എല്ലാം ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അതായത് നമ്മുടെ അച്ഛൻ, അമ്മ, അനിയൻ, അങ്ങനെയുള്ള നമ്മുടെ അവർക്കും സെപ്പറേറ്റ് വിസ ഇല്ലാണ്ട് നമുക്ക് അവരെ കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഫാമിലിയുടെ നമ്മളിവിടെ വയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ഹെൽത്ത് കെയർ ആക്സസ് ഫ്രീ ആയിരിക്കും. പിന്നെ നമുക്ക് ടാക്സ് റിഡക്ഷൻ, ഒരുപാട് ടാക്സ് റിഡക്ഷൻ ഉണ്ട്. അതൊരു മേഖലകള് ബേസ് ചെയ്തിരിക്കും. അതുപോലെ നമുക്ക് ടാക്സ് നമുക്ക് ഇപ്പൊ ഹെൽത്ത് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു സാലറിന്ന് അവർക്ക് ടാക്സ് പോവില്ല എന്നാണ് എനിക്ക് തോന്നണേ. കറക്റ്റായിട്ട് അറിയില്ല. ടാക്സ് റിഡക്ഷൻ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസി ആയി കഴിഞ്ഞാൽ ഉള്ളൊരു മെയിൻ ബെനിഫിറ്റ് ആണത്. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു ബെനിഫിറ്റ് ആണ് PR കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീലി വർക്ക് ചെയ്യാം. ഏത് ജോബും എവിടെ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പെർമിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഗവൺമെന്റ് ജോലിക്ക് കയറാം. അതുപോലെ മെയിൻ ആയിട്ടുള്ളൊരു PR കിട്ടിയാൽ മെയിൻ ആയിട്ടുള്ളൊരു ആദ്യം തന്നെ പറയേണ്ട ഒരു പോയിന്റ് ആണ് നമുക്ക് ശങ്കൻ കൺട്രിയിലേക്ക് എല്ലായിടത്തേക്കും ഉള്ള ആക്സസ് എന്ന് പറഞ്ഞാൽ. അതിന് നമുക്ക് സെപ്പറേറ്റ് വേറെ വിസ എടുക്കുക അല്ലെങ്കിൽ വേറെ രാജ്യത്ത് പോയിട്ട് വിസ മാറ്റുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി മാൾട്ടയിൽ റെസിഡന്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ ശങ്കൻ കൺട്രിയിലേക്കും ഫ്രീ ആയിട്ട് ആക്സസ് ഉണ്ടാവും. അതും ഏറ്റവും വലിയ ബെനിഫിറ്റ് തന്നെയാണ്. PR എടുക്കേണ്ട ആവശ്യം അതാണ്. ഞാൻ പറഞ്ഞല്ലേ, ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇവിടെ ശരിക്കും PR-ന്റെ ഒരു ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ശരിക്കും ഇവിടെ മാൾട്ടയിൽ ശരിക്കും നിങ്ങൾക്ക് PR കിട്ടാത്തോണ്ടല്ല. ഫിനാൻഷ്യലി നമ്മൾ സെറ്റിൽ ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് PR എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആക്ച്വലി മാൾട്ടയിലേക്ക് വരുമ്പോൾ PR കിട്ടില്ല എന്നുള്ളൊരു ഉറച്ച മനസ്സ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ കിട്ടും. പക്ഷേ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടി, നമുക്ക് പറയണ പരിപാടി അല്ലാന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.